ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോയതൊക്കെ പറഞ്ഞില്ലായിരുന്നു. ആദ്യം ഞാനൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ മലേഷ്യയിലേക്കാട്ടോ പോകുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നത്. പിന്നെ ആദ്യം ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്ന് മാത്രമല്ല, ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റ് കയറാൻ പോകുന്നത്. അങ്ങനെ കുറേ സ്പെഷ്യൽ സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാട്ടോ യാത്ര പറയാൻ വേണ്ടിയിട്ട്. കുറച്ച് ദിവസത്തേക്ക് പോവുമല്ലേ, അപ്പോൾ എല്ലാവരോടും ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ വള്ളിക്കുന്ന് ആണ് കേട്ടോ, മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ അവിടെ വണ്ടി നിർത്തൂല, അതുകൊണ്ട് ഞങ്ങളിത് കോഴിക്കോട്ടേക്ക് വരികയാണ്. കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് ഫസ്റ്റ് പോകുന്നത് കേട്ടോ. അതും ഞങ്ങൾ എന്തിലാണ് പോകുന്നതെന്നറിയോ? വന്ദേ ഭാരതത്തിലാണ് കേട്ടോ. അതും ഫസ്റ്റ് ടൈമാണ് അതിലും കയറാൻ പോകുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് കേട്ടോ. ഫുള്ള് ടെൻഷനും എക്സൈറ്റ്മെൻറ്റും രണ്ടും കൂടിയാണ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേഷനിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഫുഡല്ല, ഒരു ചായയും പിന്നെ പഴംപൊരി, ഉള്ളിവട അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത്. ഞങ്ങളിത് എത്രയും പേരാണ് പോകുന്നത്. ഒക്കെ ഏട്ടൻ്റെ ഫ്രണ്ട്സും അവരുടെ ഭാര്യമാരും മക്കളും അങ്ങനെ എല്ലാവരും കൂടി കേട്ടോ. ഞങ്ങൾ ഇതിനു മുമ്പും ഒരുമിച്ച് ഗോവയിലും ഒക്കെ പോയിട്ടുണ്ട്. ഇത്രയും പേരാണ് പോകുന്നത്. ഈ ഫോട്ടോയിൽ എൻ്റെ അപ്പൊന്നുമില്ല കേട്ടോ. ഫോട്ടോയിലേക്ക് വിളിച്ചാൽ ചെക്കൻ വരികയില്ല. അങ്ങനത്തെ ടീംസാണ്. രണ്ടാളും കണക്കാട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ വണ്ടിയൊക്കെ വന്ന് ഞങ്ങളിതാ വണ്ടിയിലേക്ക് കയറി. ഇതാ സീറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ കിട്ടി, അവിടെ ഇരുന്നു. അങ്ങനെ ഇതാ ഫസ്റ്റ് ടൈം അങ്ങനെ വന്ദേ ഭാരത് കയറി. ഞങ്ങളിതാ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ സ്റ്റേഷനടുത്ത് തന്നെയാണ് വീട്. വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് വീട്. അപ്പോൾ ഞങ്ങൾ ഈ വണ്ടികളൊക്കെ പോകുന്നത് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ആദ്യമായിട്ടാണ് കയറുന്നത്. പിന്നെന്താ, അങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിക്കൊണ്ടിരുന്ന്. അപ്പം പിന്നെ ഏട്ടനോട് ചോദിക്കുക എങ്ങനെയുണ്ട്, ഇതിൽ ആദ്യമായിട്ട് കയറിയിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നല്ലതാണ് ഫസ്റ്റ് ടൈം കയറുകയാണെങ്കിലും. പിന്നെന്താ, ഫുഡ് ഉണ്ട് കേട്ടോ. ഫുഡ്, ചോറ്, പച്ചക്കറി, ഉപ്പേരി, പിന്നെന്താ പൊറാട്ട, വെള്ളം എല്ലാം അവിടെ ആദ്യമേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ മേടിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഒക്കെ അവർ തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ എൻ്റെ ഉണ്ണിമോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. കാരണം രാവിലെ ഫുഡ് കഴിക്കാതെ അല്ല ഇറങ്ങിയത്. ആ ഒരു ചായയും പഴംപൊരി മാത്രമാണ് രാവിലത്തെ ഫുഡ്. പിന്നെ ഇപ്പോൾ ഇതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചതിന് ശേഷം ഏട്ടനും ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഇതാ എല്ലാ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് ഫുഡ് വെച്ച് കഴിക്കാനുള്ള സംഭവങ്ങളും എല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് നല്ല സമാധാനത്തോടെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാനൊക്കെ. അങ്ങനെ ഇതാ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷമാണല്ലോ അല്ലേ, എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ബോറടിച്ചപ്പോൾ ഉണ്ണിയും അപ്പവും ഏട്ടനും കൂടി ഈ ലുഡാ ബോർഡൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പക്ഷേ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവരവിടുന്ന് ലുഡാ ബോർഡ് കളിച്ച് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഉണ്ണിക്ക് അപ്പനും കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അപ്പോൾ അവർ ആ കുട്ടീൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ച്. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോട് ചോദിക്കുന്നു എങ്ങനെയുണ്ട് നമ്മളെ യാത്ര, നമ്മൾ മറ്റേ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷെ ഇതിൽ എങ്ങനെയുണ്ട് എന്നൊക്കെ വെച്ചപ്പോൾ അവർ നല്ലതാണ്, നമുക്ക് എന്താ പറയുക ട്രെയിന് പോകുന്ന ഫീലും ഇല്ല, നമ്മളേതായ രീതിയിൽ ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഏട്ടനൊക്കെ ഉറക്ക് വന്നിട്ട് വൈകി, ഞാൻ പറഞ്ഞില്ല നേരത്തെ കാലത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. അങ്ങനെ എല്ലാവരും ഉറക്ക ക്ഷീണവും എല്ലാം ആയിട്ട്. പിന്നെ ഉണ്ണിക്ക് അപ്പൂന് ആ കുട്ടികളുള്ളതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞേരം ഞങ്ങളെ കൂടെ ഉള്ളവരെല്ലാവരും വേറെ വേറെ പ്ലാറ്റ്ഫോമിലൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഞാനും ഉണ്ണിയപ്പവും കൂടി ഇതാ ഞങ്ങളെ കൂടെ ഉള്ള ഒരു ഫാമിലിയാണ്. ഏട്ടൻ ഫ്രണ്ടിൻ്റെ വൈഫാട്ടോ, സാബീനിയും എന്നാണ് അവളുടെ പേര്. പിന്നെ 2 മക്കളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ പോയി അവരെയൊക്കെ കണ്ട് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ തിരിച്ച് ഇവിടേക്ക് തന്നെ വന്ന് ഞങ്ങളുടെ സീറ്റിലേക്ക് വന്നു. അങ്ങനെ ഇതാ അവിടുന്ന് പിന്നെ ആ കുട്ടീനെ കൂടെ അവർ കളിക്കുക കേട്ടോ. ആ കുട്ടിയാണെങ്കിൽ ഒരു കാറൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം ഇവർ കളിക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ ഞങ്ങളിതാ അവിടെ തിരുവനന്തപുരത്ത് എത്തിയിട്ടോ ഗൈസ്. അവിടുത്തെ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി അപ്പം ഏട്ടൻ പറയുകയാണ് രമ്യ നമ്പീഷിനെ കണ്ടു എന്ന് അവിടുന്ന്. അപ്പം അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇനി ഞങ്ങൾ പോകുന്നത് ഒരു ടാക്സിക്ക് വേണ്ടിയിട്ടാണ്. ടാക്സി വിളിച്ചിട്ട് വേണം ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം എല്ലാവരും ടാക്സിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവർ ആരൊക്കെ വിളിച്ചൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ട് ടാക്സിക്ക് കേട്ടോ. അങ്ങനെ ഇവർ കുറേ നേരം നിന്നതിന് ശേഷം കാലൊക്കെ കടഞ്ഞതിന് ശേഷം അവിടെ ഇരുന്ന്
അങ്ങനത്തെ കുറച്ച് കഴിയുമ്പോൾ വണ്ടിയൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഇതാ വണ്ടി കയറാൻ പോവുകയാണ്. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ നല്ല ഡ്രൈവറെയാണ് ഞങ്ങൾക്ക് കിട്ടി. 2 വണ്ടിയിലാട്ടോ പോയത്. ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരിങ്ങനെ എല്ലാ അവിടെ ഇങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സ്ഥലങ്ങളൊക്കെ ആ ഡ്രൈവർ കാട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെല്ലാം ഞങ്ങൾ എയർപോർട്ടിൽ എത്താറായി. അവിടുത്തെ ഗേറ്റ് ഇതാ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ ആദ്യമായിട്ട് ആ പടിയും ചവിട്ടിയിരിക്കുന്നു ഗൈസ്. ഇതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്ത് ഭംഗിയാലെ കാണാൻ, ആ തെങ്ങും ഇതൊക്കെ നല്ല ഭംഗിയില്ലേ. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവർ പിന്നെ ഇങ്ങനത്തെ ടാക്സി വണ്ടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ വരി നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ അവിടെ നിന്ന് എന്തോ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പോകാനുള്ളതൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ സ്ഥിരം ആയിട്ട് അങ്ങനെ വരുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അങ്ങനെ ഇതാ വണ്ടി അവരെന്തൊക്കെയോ സ്കാൻ ചെയ്യുക എന്തൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾ വീണ്ടും ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ദൂരേന്ന് ഞങ്ങളിങ്ങനെ നമ്മളെ ഇന്ത്യൻ്റെ ഫ്ലാഗ് കാണുന്നുണ്ട് കേട്ടോ. സത്യം പറയില്ല, ഫ്ലാഗ് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം സമാധാനം. കാരണം അതൊരു പ്രത്യേക ഭംഗിയാണല്ലോ നമ്മുടെ ഫ്ലാഗ് കാണാൻ, അടിപൊളിയാണ്. അങ്ങനെ അത് കണ്ട്, കാരണം അവിടേക്ക് അപ്പുറത്ത് കൂടെ നോക്ക് നല്ല നല്ല ചെടികളും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളവിടെ എത്താറായി. കണ്ടില്ലേ, എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഞങ്ങളെപ്പോലെ പുതിയതായിട്ട് ഇങ്ങനെ വരുന്ന ആൾക്കാർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമല്ലോ. നമ്മളെ ഫ്ലാഗ് കണ്ടില്ലേ, എന്താണ് അന്തസ്സ് അല്ലേ, എന്താ അടിപൊളിയാണ്. പിന്നെ അതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ എയർപോർട്ടിലേക്കുള്ള റോഡാണ് കേട്ടോ, അല്ലാതെ നമ്മൾ മറ്റേ റോഡല്ല. എയർപോർട്ടിലേക്കാണ് ഇത്രയും ദൂരം ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഇതാ എയർപോർട്ടിൽ എത്തി ഗൈസ്. അങ്ങനെ എത്തിയിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ. പിന്നെ അവിടെ എത്തി ഇറങ്ങാനായിരിക്കുന്നു. പിന്നെ ഇനി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പോവുകയാണ്. ഞങ്ങൾ നേരത്തെ കാലത്ത് എയർപോർട്ടിൽ എത്തിയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രാത്രിയായിരുന്നു ഫ്ലൈറ്റ്. പിന്നെ ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കിയിരുന്നു കേട്ടോ. ഉള്ളിലേക്ക് കയറാനും പറ്റില്ല, ടൈം ആവണ്ടേ. പിന്നെ പുറത്ത് തന്നെ നിൽക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.